Hello my dear students, welcome to our new class. Then ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 9 പെരിമീറ്റർ ആൻഡ് ഏരിയ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പെരിമീറ്ററും ഏരിയയും ഡിസ്കസ് ചെയ്യും. നമ്മൾ പെരിമീറ്ററും ഏരിയയും ഏതൊക്കെ ഫിഗേഴ്സിന്റെയാണ് ഫൈൻഡ് ചെയ്യാറ് നമുക്കറിയാം. ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യമായിരിക്കും അല്ലെ, പെരിമീറ്ററും ഏരിയയും ഫൈൻഡ് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് നമ്മുടെ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, സോ ഈ ഒരു ഷേപ്സിന്റെ ഒക്കെ എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? പെരിമീറ്ററും ഏരിയയും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ ചാപ്റ്റർ നെയിം ഈസ് പെരിമീറ്റർ ആൻഡ് ഏരിയ. സോ അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമുക്കിവിടെ സ്ക്വയറിന്റെ അതുപോലെ റെക്ടാങ്കിളിന്റെ ട്രയാങ്കിളിന്റെ ഒക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഏരിയയും പെരിമീറ്ററും ചെയ്യാം. അതായത് ഇതൊക്കെ എന്താണ്? 2D ഫിഗേഴ്സ് ആണ് അല്ലെ, 2D ഫിഗേഴ്സ് ആണ്. നമുക്ക് ഈ കാണുന്ന സ്ക്വയർ അല്ലെങ്കിൽ ഇനി റെക്ടാങ്കിൾ, ട്രയാങ്കിൾ ഒക്കെ 2D ഫിഗേഴ്സ് ആണ്. അതായത് 2 ഡയമെൻഷണൽ ഫിഗേഴ്സ്. അതിന് 2 ഡയമെൻഷൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ദാ ഈ ഒരു ഫിഗറിലോട്ട് നോക്കിക്കേ, ഇവിടെ നമ്മൾ 2 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ രണ്ടും സ്ക്വയേഴ്സ് ആണ്. ബട്ട് വാട്ട് ഇസ് ഡിഫറൻസ്? എന്താണ് ഇവിടെ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്? ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ ഫുൾ ആയിട്ട് ഒരു കളർ ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു വയലറ്റ് ഷെയ്ഡ് കൊടുത്ത് ഫില്ല് ചെയ്തു. ബട്ട് ഇൻ ദി സെക്കൻഡ് സ്ക്വയർ അവിടെ നമ്മൾ ഉള്ളിൽ കളേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് അതിന്റെ ബോർഡേഴ്സ് നമ്മൾ ഇങ്ങനെ ഡോട്ട് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്തത്. സോ അപ്പൊ രണ്ടിലും 2 ഡിഫറൻസ് കാണിക്കുന്നുണ്ട് അല്ലെ. രണ്ടും എന്താണ്? സ്ക്വയേഴ്സ് ആണ്. ബട്ട് ആ ഫിഗറിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. സോ എന്തായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത്? എന്തിനായിരിക്കും അങ്ങനെ നമ്മൾ ഫിഗേഴ്സ് വരച്ചത്? നമുക്ക് ഏരിയയും അതുപോലെ പെരിമീറ്ററും എന്താണെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഏരിയ ആൻഡ് വാട്ട് ഈസ് പെരിമീറ്റർ, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്ക്വയർ, ഈ ഒരു സ്ക്വയറിൽ താഴെ ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട്. സോ അപ്പൊ അത് എന്തായിരിക്കും? ഏരിയ ആണെന്ന് മനസ്സിലായി അല്ലെ. സോ അതായത് ഒരു സ്ക്വയർ എടുത്തു, ആ സ്ക്വയറിന്റെ ഇൻസൈഡ് ആണ് നമ്മൾ കളർ ചെയ്തിട്ടുള്ളത്. സോ അപ്പൊ ആ ഇൻസൈഡ് മെഷർമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു റൂം, ഓക്കെ, നമുക്കൊരു റൂം എടുക്കാം. ആ ഒരു റൂമിന്റെ ഷേപ്പ് സ്ക്വയർ ആണ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റൂമിന്റെ ഏരിയ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഒരു റൂമിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻസൈഡ് വരുന്ന ആ ഒരു സ്പേസിന്റെ മെഷർമെന്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഒരു ഫിഗറിൽ എന്ത് കൊടുത്തിട്ടുള്ളത്? അതിന് ഇൻസൈഡ് ഒരു വയലറ്റ് കളർ വെച്ച് ഫില്ല് ചെയ്ത് കാണിച്ചത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻസൈഡ് മെഷർമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇൻസൈഡ് വരുന്ന ആ ഒരു സ്പേസ്, എത്ര സ്പേസ് ഉണ്ടോ, സോ ആ സ്പേസിന്റെ മെഷർമെന്റ്, ദാറ്റ് ഇസ് ഏരിയ. Then next one is our perimeter. So what is this perimeter? ഇവിടെ ഇൻസൈഡ് അല്ല എന്തായാലും, കാരണം ഫില്ല് ചെയ്തിട്ടില്ല അല്ലെ, കളർ വെച്ച് ഫില്ല് ചെയ്തിട്ടില്ല. സോ then ഇതിന്റെ ഈ ഒരു ഫിഗറിലോട്ട് നോക്കുമ്പോൾ that border is dotted lines അല്ലെ, ബോർഡർ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? സോ പെരിമീറ്റർ ഇസ് ദി മെഷർമെന്റ് ഓഫ് ബൗണ്ടറീസ്. ഓക്കെ, ഇത് ബൗണ്ടറി ആണ്, നമ്മുടെ ബോർഡർ ഇല്ലേ, സോ ദിസ് ഇസ് ബൗണ്ടറി. അപ്പൊ ഈ ബൗണ്ടറിയുടെ ടോട്ടൽ ലെങ്ത്, ദാറ്റ് ഇസ് ദി പെരിമീറ്റർ. ഓക്കെ, അതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയോ? വാട്ട് ഇസ് ഏരിയ ആൻഡ് വാട്ട് ഇസ് പെരിമീറ്റർ? സോ ഇത് രണ്ടും അറിഞ്ഞാലേ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എടുത്തത് സ്ക്വയർ ആയിരുന്നു. സോ സ്ക്വയർ ഇസ് എ 2D ഫിഗർ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന 2D ഫിഗേഴ്സിന്റെ ഒക്കെ ഏരിയയും പെരിമീറ്ററും ചെയ്യാം. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറയുന്നത് ഇസ് ദി ഇൻസൈഡ് മെഷർമെന്റ്. ഈ ഇൻസൈഡ് വരുന്ന ആ ഒരു മെഷർമെന്റ്, എത്ര സ്പേസ് ആണ് ഇതിന്റെ ഇൻസൈഡ് ഉള്ളത്, ദാറ്റ് ഇസ് ദി ഏരിയ. ആൻഡ് പെരിമീറ്റർ ഇസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി, ദാറ്റ് ഇസ് ദി പെരിമീറ്റർ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ വാട്ട് ഇസ് ദി ഡിഫറൻസ്? പെരിമീറ്ററും ഏരിയയും തമ്മിൽ വരുന്ന ഡിഫറൻസ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇതാ ഇവിടെ കുറെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ദി പെരിമീറ്റർ ഓഫ് എ ഷേപ്പ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബൗണ്ടറി. അപ്പൊ പെരിമീറ്റർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മുടെ ബൗണ്ടറിയുടെ ടോട്ടൽ ലെങ്ത്, ദാറ്റ് ഇസ് ദി പെരിമീറ്റർ. അതിപ്പോ ഏത് ഷേപ്പ് ആയാലും, നമ്മൾ സ്ക്വയർ എടുത്താലും ഇനി റെക്ടാങ്കിൾ എടുത്താലും ട്രയാങ്കിൾ എടുത്താലും എല്ലാം എന്തായിരിക്കും? അവിടെ ആ ഒരു ബൗണ്ടറിയുടെ ടോട്ടൽ ലെങ്ത്, ദാറ്റ് ഇസ് ദി പെരിമീറ്റർ. സോ അതാണ് ഫസ്റ്റ് കൊടുത്തത്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് ഈസ് മെഷർഡ് ഇൻ ലീനിയർ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് ലൈക്ക്
സെന്റിമീറ്റർ, മീറ്റേഴ്സ്, ഇഞ്ചസ് ഓർ ഫീറ്റ്. അപ്പൊ നമുക്ക് പെരിമീറ്റർ നമ്മൾ ഫൈൻഡ് ഒക്കെ ചെയ്തു, അതിന്റെ ബൗണ്ടറിയുടെ ലെങ്ത് ചെയ്തു, അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും അല്ലെ. ആ വാല്യൂന് ഒരു യൂണിറ്റ് ഉണ്ട്. ഓക്കെ, പെരിമീറ്ററിന് ഒരു യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് ലീനിയർ യൂണിറ്റ്. ഓക്കെ, ലീനിയർ മെഷർമെന്റ്സ് ആണ് അവിടെ വരുന്നത്. സോ അതിപ്പോ നമുക്ക് തന്ന വാല്യൂ സെന്റിമീറ്ററിലാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സ്ക്വയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, സോ സ്ക്വയറിന്റെ സൈഡ്സ് ആയിരിക്കുമല്ലോ. സ്ക്വയറിന്റെ കേസിൽ എന്താ നമ്മൾ ആ ഒരു ബൗണ്ടറീസിനെ എന്താ വിളിക്കാറ്? സൈഡ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ആ സൈഡ്സിന്റെ ലെങ്ത് നമ്മൾ ആഡ് ചെയ്യും അല്ലെ. സ്ക്വയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന പോളിഗണിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത് അല്ലെ. 4 സൈഡ് വരുന്ന പോളിഗൺ, ദാറ്റ് ഇസ് കോൾഡ് ദി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ സെന്റിമീറ്ററിലാണ് സൈഡ്സ് തന്നതെങ്കിൽ നമ്മൾ പെരിമീറ്റർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് യൂണിറ്റ് എഴുതണം? സെന്റിമീറ്റർ. ഇനി മീറ്ററിലാണെങ്കിൽ മീറ്റർ എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ സൈഡ്സ് ഒക്കെ ഏത് വാല്യൂസ് ആണ്, ഏത് മെഷർമെന്റ്സിലാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ആൻസറിലും യൂണിറ്റ്സ് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഓർത്ത് വെക്കണം, അതെന്താണ്? മെഷേർഡ് ഇൻ ലീനിയർ യൂണിറ്റ്സ് ആണ്. ഓക്കെ, ലീനിയർ ആണ്, അതുകൊണ്ട് സെന്റിമീറ്റർ, മീറ്റർ, ഇഞ്ചസ്, ഫീറ്റ് ഇതൊക്കെ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഏരിയ. നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ട് ഇസ് ഏരിയ, ഇൻസൈഡ് വരുന്ന മെഷർമെന്റ് ആണ് അല്ലെ. സോ ഏരിയ റെഫർ ടു ദി സ്പേസ് ഇൻസൈഡ് ദി ബൗണ്ടറി ഓർ പെരിമീറ്റർ ഓഫ് ക്ലോസ്ഡ് ഷേപ്പ്. അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഷേപ്പിന്റെ ഇൻസൈഡ് വരുന്ന മെഷർമെന്റ് ആണ്. അപ്പം ഇൻസൈഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്? സ്പേസ് ഇൻസൈഡ് അല്ലെങ്കിൽ സ്പേസ് ഇൻസൈഡ് ആണ് ദി ബൗണ്ടറി ഓർ പെരിമീറ്റർ. അതായത് ആ ഒരു ബൗണ്ടറിയുടെ ഇൻസൈഡ് വരുന്ന സ്പേസ്. ഓക്കെ, ദാറ്റ് ഇസ് ദി ഏരിയ. അതിന്റെ ടോട്ടൽ ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പെരിമീറ്റർ എന്നും പറയും, ഈ ബൗണ്ടറി എന്ന് പറയുന്നത് തന്നെയാണല്ലോ പെരിമീറ്റർ അല്ലെ. ബൗണ്ടറിയുടെ ടോട്ടൽ ലെങ്ത് ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വൈ ഹിയർ നമുക്ക് ബൗണ്ടറി ഓർ പെരിമീറ്റർ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ടും സെയിം ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗണ്ടറി ആണ്. ടോട്ടൽ വരുന്ന ബൗണ്ടറി ഈസ് കോൾഡ് ദി പെരിമീറ്റർ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ദെൻ യൂണിറ്റ്. എന്താണ് ഏരിയയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? മറ്റേത് ലീനിയർ യൂണിറ്റ്സ് ആയിരുന്നു, ബട്ട് ഹിയർ സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയർ യൂണിറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ വാല്യൂ സെന്റിമീറ്ററിലാണെങ്കിൽ നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ, ഇനി മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ, മില്ലിമീറ്ററിലാണെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ. സോ അങ്ങനെയാണ് നമ്മൾ ഏരിയയുടെ യൂണിറ്റ് ഫൈനലി എഴുതുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. ഏരിയാസ് മെഷേർഡ് ഇൻ സ്ക്വയർ യൂണിറ്റ്സ് ലൈക്ക് സെന്റിമീറ്റർ ആൻഡ് മീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയാലും ഇത്രയും കാര്യങ്ങൾ. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയ ആൻഡ് പെരിമീറ്റർ. ക്ലിയർ ആവണം. സോ ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ, ഏരിയയും പെരിമീറ്ററും. അപ്പം രണ്ടും ക്ലിയർ ആയാലേ നമുക്ക് അതിൽ വരുന്നുള്ള പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ബൗണ്ടറി ആണ്. ഏരിയ എന്ന് പറയുമ്പോൾ ദി സ്പേസ് ഇൻസൈഡ് ദി ബൗണ്ടറി ഓർ പെരിമീറ്റർ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ചാപ്റ്ററിലോട്ടാണ് പോകാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലെ, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. ദെൻ ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് അതാണ് നമ്മൾ പഠിക്കുക അല്ലെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെഡിങ് ഇസ് ഏരിയ ഓഫ് എ പാരലോഗ്രാം. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ ഏരിയ ഒന്നും അല്ല. എന്താ നമ്മൾ നോക്കുന്നത്? നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് പാരലോഗ്രാമിന്റെ ഏരിയ ആണ്. ഓക്കെ, വാട്ട് ഇസ് പാരലോഗ്രാം? എന്താ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ? പാരലോഗ്രാം ഇസ് എ കോർഡിലാറ്ററൽ അല്ലെ. ഒരു കോർഡിലാറ്ററൽ തന്നെയാണ് നമ്മുടെ പാരലോഗ്രാം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 4 സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ, ദാറ്റ് ഇസ് പാരലോഗ്രാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ പാരലോഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇവിടെ ഫസ്റ്റ് കൊടുത്ത ഫിഗർ നമ്മുടെ പാരലോഗ്രാം ആണ്. ഓക്കെ, അതായത് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ കോർഡിലാറ്ററൽ തന്നെയാണ് പാരലോഗ്രാം. കോർഡിലാറ്ററൽ എന്ന് പറയുന്നത് 4 സൈഡഡ് പോളിഗൺസിനെ നമ്മൾ കോർഡിലാറ്ററൽ എന്ന് വിളിക്കും. അപ്പൊ പാരലോഗ്രാം മാത്രമല്ല എന്തായിട്ടുള്ളത് കോർഡിലാറ്ററൽ വരുന്നത്. 4 സൈഡ് വരുന്ന സ്ക്വയർ ഉണ്ട്, റെക്ടാംഗിൾ ഉണ്ട്, റോംബസ്, പാരലോഗ്രാം, ഓക്കെ, ട്രപ്പീസിയം. സോ ഇവരെല്ലാവരും എന്താണ്? 4 സൈഡഡ് പോളിഗൺസ് ആണ്. അതിനെ നമ്മൾ കോർഡിലാറ്ററൽ എന്ന് പറയും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മുടെ പാരലോഗ്രാം ഇരിക്കുന്നത്. അപ്പൊ പാരലോഗ്രാമിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലൽ ആയിട്ടാണ് വരുന്നത് അല്ലെ. ഇതാ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും പാരലൽ ആയിരിക്കും. അതുപോലെ ഈ രണ്ട് സൈഡ്സും എന്താണ്? പാരലൽ ആയിട്ട് വരുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ രണ്ട് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ഇതാണ് പാരലോഗ്രാം. അപ്പം ഈ ഒരു പാരലോഗ്രാമിന്ന് നമ്മൾ ഇതാ സെക്കൻഡ് ഫിഗറിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈൻ കൊടുത്തു. നമ്മൾ അവിടെ ഒരു ഡോട്ടഡ് ലൈൻ, അതായത് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതായത് ഈ ഒരു വേർട്ടെക്സ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇതാ ഇവിടെ 90 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട്.
അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു സ്ക്വയർ കൊടുത്തത്. സോ ദിസ് മീനിങ് ഇസ് 90 ഡിഗ്രി. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് അവിടെ കിട്ടിയത് ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ നോക്കിക്കേ, ഇതാ ഈ ഒരു പാർട്ടിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ദെൻ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് നമ്മുടെ തേർഡ് ഫിഗറിലോട്ട് നോക്കാം. അപ്പൊ തേർഡ് ഫിഗറിലോട്ട് നോക്കുമ്പോൾ അവിടെ എന്താ വന്നത്, ഈ ഒരു പാർട്ടിനെ ഈ നമ്മള് വരച്ച് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ എടുത്ത് നമ്മൾ അതേപോലെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവയ്ക്കുന്നു. അതാണ് നമ്മുടെ ലാസ്റ്റ് ഫിഗർ. സോ ആ ഫിഗറിലോട്ട് നോക്കുന്ന സമയത്ത് ആ ഫിഗർ എന്തായിട്ട് മാറി, റെക്ടാംഗിൾ ആയിട്ട് മാറി. സോ ഫസ്റ്റ് നമ്മൾ പാരലോഗ്രാം എടുത്തത്, പക്ഷെ ആ പാരലോഗ്രാമിനെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റി, റെക്ടാംഗിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു പീസ് കട്ട് ചെയ്തു. അതായത് ആ പീസ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമ്മൾ കട്ട് ചെയ്തത്. ദെൻ അതിനെ എടുത്ത് നമ്മൾ നെക്സ്റ്റ് സൈഡിലോട്ട് പ്ലേസ് ചെയ്തപ്പോ we will get a rectangle. നമുക്കൊരു റെക്ടാംഗിൾ കിട്ടി. അപ്പൊ പാരലോഗ്രാം എന്ന് നമുക്ക് റെക്ടാംഗിൾ ഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്താണ്, റെക്ടാംഗിളിന്റെ ഏരിയ എങ്ങനെയാ കാണാ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. റെക്ടാംഗിളിന്റെ ഏരിയ ആണെങ്കിൽ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു പാരലോഗ്രാമിനെ നമ്മൾ റെക്ടാംഗിൾ ആക്കി മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, അതായത് റെക്ടാംഗിളിന്റെ ഏരിയ ആയിട്ട് ചെറിയൊരു റിലേഷൻ ആർക്കുണ്ടാവും, പാരലോഗ്രാമിന് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് ചെറിയൊരു പോർഷൻ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒരു റൈറ്റ് ആംഗിൾ ആണ് ആ ഒരു പോർഷൻ, അതെടുത്ത് ഇങ്ങോട്ടൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് റെക്ടാംഗിൾ കിട്ടി. അപ്പൊ ഇവിടെ ഏരിയ തമ്മിൽ ചെറിയൊരു റിലേഷൻ വരുന്നുണ്ട്. ഓക്കെ, ആ റിലേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, കണ്ടോ, ഇപ്പൊ ഇവിടെ എന്താ കൊടുത്തേ, ഏരിയ ഓഫ് പാരലോഗ്രാം ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്ടാംഗിൾ ഫോം. അപ്പം ഏരിയ ഓഫ് പാരലോഗ്രാമിന്റെ ഏരിയ എന്തിനോട് ഈക്വൽ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ ഫോം. ഓക്കെ, നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് റെക്ടാംഗിളാ കിട്ടിയത്. അപ്പൊ രണ്ടിന്റെയും ഏരിയ എന്തായിരിക്കും, ഏരിയയിൽ എന്തെങ്കിലും ഡിഫറൻസ് വരും. അവിടുന്ന് ചെറിയൊരു പാർട്ട് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് അപ്പുറത്തെ ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഏരിയയിൽ ഡിഫറൻസ് ഒന്നും വരില്ല. ഓക്കെ, സോ ബോത്ത് ഏരിയാസ് ആർ ഈക്വൽ. സോ ആ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ആ 3 ഫിഗേഴ്സിനെ ഒരുമിച്ച് ഒരു ഫിഗർ ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്നത് ഇത്രയും പാർട്ടായിരുന്നു നമ്മുടെ പാരലോഗ്രാം. സോ ആ പാരലോഗ്രാമിന്ന് നമ്മൾ ഇതാ ഈ ഒരു പോർഷൻ ആണ് കട്ട് ചെയ്തെടുത്തത്. ഓക്കെ, കട്ട് ചെയ്തെടുത്ത് അടുത്ത പേസിലോട്ട് വെച്ചു. ദെൻ ദാറ്റ് ടൈം നമുക്ക് എന്ത് കിട്ടി, റെക്ടാംഗിൾ കിട്ടി. ഓക്കെ, അപ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റെക്ടാംഗിളിന്റെ കേസിൽ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ് 2 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ലെങ്ത് ഇവിടെ ഉണ്ട് അല്ലെ, റെക്ടാംഗിളിന്റെ കേസിലെ ലെങ്ത് പാരലോഗ്രാമിൽ എന്തായിട്ട് മാറും, ബേസ് ആയിട്ട് മാറും. ഓക്കെ, ലെങ്ത് ഈസ് ഈക്വൽ ടു ബേസ്. ലെങ്ത് റെക്ടാംഗിളിന്റെ കേസിലാണ് ആൻഡ് ബേസ് എന്ന് പറയുമ്പോൾ അത് പാരലോഗ്രാമിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് റെക്ടാംഗിളിന്റെ കേസിൽ സെക്കൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആണ്. സോ ദാറ്റ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു ഹൈറ്റ്. അതെന്തായിട്ട് മാറി, പാരലോഗ്രാമിന്റെ കേസിൽ ഹൈറ്റ് ആയിട്ട് മാറി. ഓക്കെ, ഏരിയയിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഏരിയ ഓഫ് റെക്ടാംഗിൾ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് പാരലോഗ്രാം. ബട്ട് നമ്മുടെ റെക്ടാംഗിളിലെ 2 ഡയമെൻഷൻസ് ലെങ്ത്തും ബ്രെഡ്ത്തും എന്തായിട്ട് മാറും, പാരലോഗ്രാമിലാവുന്ന സമയത്ത് ലെങ്ത് ബേസ് ആയിട്ടും അതുപോലെ തന്നെ ബ്രെഡ്ത്ത് ഹൈറ്റ് ആയിട്ടും മാറും. ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, സെയിം ആണ് അല്ലെ, ആ ടേംസ് മാറി. ഓക്കെ, ദാറ്റ് ഇസ് ദി ഡിഫറൻസ്. അപ്പം റെക്ടാംഗിളിന്റെ കേസിൽ ഏരിയ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണെങ്കിൽ ഇൻ ദി കേസ് ഓഫ് പാരലോഗ്രാം ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് ഇൻടു ഹൈറ്റ്. ബേസും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ കിട്ടും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. So that is given here. So this is a parallelogram and ഈ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ is equal to base into height. Base into height ആണ് ഇതിന്റെ ഏരിയ. So ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് സ്പേസ്, അതാണ് ഏരിയ. Base into height and base is representing B and height is represented by H. So area is equal to BH. അപ്പൊ പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി, ബേസ് ഇൻടു ഹൈറ്റ് ചെയ്താൽ മതി. ഇക്വേഷൻ ഇസ് ബി ഇൻടു എച്ച്. റെക്ടാംഗിളിന്റെ കേസിലാണെങ്കിൽ എൽ എച്ച് അല്ല എൽ ബി ആണ്, ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ഇൻ കേസ് ഓഫ് പാരലോഗ്രാം ബേസ് ഇൻടു ഹൈറ്റ്, ദാറ്റ് ഇസ് ദി ഏരിയ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ പാരലോഗ്രാമിനെ നമുക്ക് റെക്ടാംഗിളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, യെസ്.
അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇനി പ്രോബ്ലംസ് ആണ്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏരിയ ആൻഡ് പെരിമീറ്റർ ആണ് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ പാരലോഗ്രാം ആണ്. ഓക്കെ, ആ പാരലോഗ്രാം പഠിക്കാനായിട്ട് നമുക്ക് റെക്ടാംഗിളിന്റെ ഏരിയ അറിയണം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാരലോഗ്രാമിന് അതിന്റെ ഒരു പാർട്ട് കട്ട് ചെയ്ത് അതിന്റെ നെക്സ്റ്റ് പ്ലേസിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് എന്തായിട്ട് മാറും, റെക്ടാംഗിളിലായിട്ട് മാറും. പാരലോഗ്രാം റെക്ടാംഗിൾ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് റെക്ടാംഗിൾ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് പാരലോഗ്രാം ആണ്. But the terms are different. Okay, rectangle കേസിൽ ഏരിയ is length into breadth. In the case of parallelogram അത് എന്തായിട്ട് മാറും, base into height ആയിട്ട് മാറും. അപ്പം ഏരിയ BH എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിലോട് പോവാം. അതായത് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എങ്ങനെയാ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. So first question is find the area of the following parallelogram. So here one parallelogram is given, then find the area. How to find the area? Area എങ്ങനെ ഫൈൻഡ് ചെയ്യാം, ബേസും ഹൈറ്റും അറിഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഫൈൻഡ് ചെയ്യാം അല്ലെ. സോ ഹിയർ ബേസ് ഇസ് 8 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഇസ് 3.5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഏരിയ ഓഫ് എ പാരലോഗ്രാം ആണ്. അപ്പൊ ഇവിടെ ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്, ബേസ് ഇൻറ്റു ഹൈറ്റ്. ദെൻ ബേസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ബി ആണ്, അതുകൊണ്ടാണ് BH എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏരിയ ഇസ് ഈക്വൽ ടു BH ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ. B is 8 into and H is 3.5. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി 8 into 3.5 ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യാ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരാൾ ഡെസിമൽ ദെൻ നെക്സ്റ്റ് നോർമൽ നമ്പർ ആണെങ്കിൽ ഈ ഡെസിമലിനെ മാറ്റി വെച്ച് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ദാറ്റ് ഇസ് 35 into 8 ചെയ്യാം. ദെൻ ഫൈനൽ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ അതിൽ എന്ത് ചെയ്യണം, ഡെസിമൽ പോയിന്റ് പ്ലേസ് ചെയ്യണം. അപ്പൊ ഇവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ് ആണ് അല്ലെ. ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റ്. അപ്പൊ നമ്മുടെ ആൻസറിലും നമ്മൾ പോയിന്റ് കഴിഞ്ഞാൽ 1 ഡിജിറ്റ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഇൻറ്റു ചെയ്യാം. ദാറ്റ് ഇസ് 35 into 8. സോ 40 0 4 8 into 3 is 24. 24 ഉം 4 ഉം 28. സോ ദിസ് ഇസ് ദി ആൻസർ. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ് ആണ്. സോ അതുപോലെ ഇവിടെയും കൊടുക്കണം അല്ലെ. ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ്. അപ്പൊ അത് എന്തായിട്ട് മാറി, 28.0 മീനിങ് ഇസ് 28. അത് 28 ആണ്. സോ ദിസ് ഇസ് ദി ഏരിയ ഓഫ് പാരലോഗ്രാം. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഇസ് എന്താണ്, നമ്മുടെ യൂണിറ്റ് കൊടുക്കണം. സോ ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ യൂണിറ്റ്സ് ആണ്. ഇവിടെ വാല്യൂ രണ്ടും സെന്റിമീറ്റർ ആയതുകൊണ്ട് ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ സ്ക്വയർ ഇസ് ദി ഏരിയ. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ദിസ് ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ എന്താ വരുന്നത്, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഫോളോയിങ് പാരലോഗ്രാം. ഇവിടെയും നമുക്ക് പാരലോഗ്രാം ഉണ്ട്. ദെൻ ഈ പാരലോഗ്രാമിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. സോ അപ്പൊ നമുക്ക് പിക്ചറിലോട്ട് നോക്കുമ്പോൾ ഏതാണ് ബേസ്, സോ ദിസ് ഇസ് ബേസ് അല്ലെ. 8 സെന്റിമീറ്റർ ഇസ് ബേസ് ആൻഡ് ഹൈറ്റ് ഇസ് 2.5. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയ ഇസ് ഈക്വൽ ടു BH. പാരലോഗ്രാം ആണ്. സോ ഇക്വേഷൻ ഇസ് BH ആൻഡ് ബേസ് ഇസ് 8 ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് ബേസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ബേസ് ഇസ് ഈക്വൽ ടു നമ്മുടെ ആൻസറിലോട്ട് ഒരു സ്റ്റെപ്സ് ഉണ്ട് ആൻസറിന് ചെയ്യുന്ന സമയത്ത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫിഗർ നോക്കുക. ദെൻ ബേസ് ഇവിടെ നോട്ട് ചെയ്യുക. ബേസ് ഇസ് 8 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഇസ് 2.5 centimeter. Then find the area. Area is equal to B into H ആണ്. B is 8 into 2.5. So ഇത് ചെയ്യുമ്പോഴും പോയിന്റിന് നമ്മൾ അവിടെ വെച്ചിട്ട് നോർമലി ഇൻറ്റു ചെയ്യാം. 25 into 8 ചെയ്യാം. 25 into 8 40. Then 4 16 plus 4 is 20. So 200 is the answer. Then അതിൽ ഇവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ് ആണ്. നമ്മുടെ ആൻസറിലും അങ്ങനെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെയാണ് പോയിന്റ് കൊടുക്കുക. ദാറ്റ് ഇസ് 20.0. 20.0 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 0 ആണെങ്കിൽ, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ആഫ്റ്റർ സീറോസ് ആണെങ്കിൽ സോ നമുക്കത് ക്യാൻസൽ ചെയ്യാം അല്ലെ. സീറോന് നോ വാല്യൂ. അപ്പൊ നമ്മുടെ ആൻസർ ഇസ് 20. 20. All values are centimeter. So unit is centimeter square.
ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a parallelogram ABCD. So ഇവിടെ figure ഇല്ല കേട്ടോ, just parallelogram name ഉണ്ട് ABCD, and then next AB is 7.2 centimeter and the perpendicular from C on AB is 4.5 centimeter. അപ്പൊ നിങ്ങൾക്ക് ഫിഗർ ഒന്നും ഇല്ലാതെ ഇതേ ടൈപ്പിൽ പ്രോബ്ലംസ് വരുമ്പം what is the first step? First you draw the figure. ഓക്കെ, ഫിഗർ വരച്ചിട്ടില്ലെങ്കിൽ പിന്നെ കൺഫ്യൂസ്ഡ് ആവും, അതിൽ ബേസ് ഏതാ ഹൈറ്റ് ഏതാ അതൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡ്രോ ദി ഫിഗർ. ഇവിടെ പാരലോഗ്രാം അല്ലേ, അപ്പൊ ഫസ്റ്റ് പാരലോഗ്രാം വരയ്ക്കുന്നു. സോ പാരലോഗ്രാം ABCD, പാരലോഗ്രാം വരയ്ക്കുന്നത് നമുക്കറിയാം എങ്ങനെയാ പാരലോഗ്രാം ഉണ്ടാവുക, ഇങ്ങനെ അല്ലെ. സോ ദിസ് ഇസ് പാരലോഗ്രാം. Okay, parallelogram ABCD. A, B, C and D. Okay, then next is AB 7.2 centimeter. AB 7.2 centimeter, and the next is and the perpendicular from C on AB. നമ്മൾ ഈ സിന്ന് AB ലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലെ. ഇപ്പൊ ഞാൻ വരച്ച ഫിഗറിന്റെ ബേസിൽ എനിക്ക് സിന്ന് AB ലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റില്ല. വോട്ട് ഇസ് പെർപെൻഡിക്കുലർ? കറക്റ്റ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അത് 90 ഡിഗ്രി അവിടെ ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഇതിനെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കറക്റ്റ് 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ ആൻഡ് ദാറ്റ് പെർപെൻഡിക്കുലർ ഇസ് 4.5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇറ്റ്സ് ദി ഹൈറ്റ് ഓഫ് ദിസ് പാരലോഗ്രാം അല്ലെ. ഈ ഒരു പാരലോഗ്രാമിന്റെ ഹൈറ്റ് ആണ്. അതിപ്പോ ഇവിടെ ആയാലും ഇവിടെ വരച്ചു കഴിഞ്ഞാലും ഒക്കെ എന്തായിരിക്കും, ഹൈറ്റ് സെയിം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചു വെക്കാം. ഇൻ കേസ് നിങ്ങൾ വരച്ച പാരലോഗ്രാമിന് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. അത് അവിടെ ആയതുകൊണ്ടാണ് വരയ്ക്കാൻ പറ്റാത്തത്. ദെൻ ഇൻ കേസ് സി ഇവിടെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രി ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ വരച്ച പോലെ ഡോട്ടഡ് ലൈൻ കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, സോ അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ബേസ് ഇവിടുന്ന് കാണാം, ദാറ്റ് ഇസ് 7.2 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഇസ് 4.5 സെന്റിമീറ്റർ. ദെൻ യൂസിംഗ് ദി ഏരിയ ഇക്വേഷൻ. ഓക്കെ, സോ ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് പാരലോഗ്രാം ഇസ് ഈക്വൽ ടു BH, ബേസ് ഇൻ ടു ഹൈറ്റ്. ഇതാണ് ഏരിയയുടെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യണം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബേസ് 7.2 ആണ് ഇൻറ്റു ആൻഡ് ഹൈറ്റ് ഇസ് 4.5. സോ ഈ കേസിലും നമ്മൾ എന്ത് ചെയ്യുക, ഡെസിമൽ പോയിന്റ്സിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 72 ഇൻറ്റു 45. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. സോ 0 ആൻഡ് 1. 35 plus 1 is 36. 4 into 2 is 8. 28. 7 into 4. Okay. Then next 0. 8 and 6 is 14. 4. Then balance is 1. Then 8. 3, 11 plus 1 is 12. Then 1. 2 plus 1 is 3. So the answer is 3240 ആണ്. But in our question values are 7.2 and 4.5. So 7.2 after decimal point 1 digit, secondലും after decimal point 1 digit. അപ്പൊ ടോട്ടലി 2 digits വേണം ആൻസറില്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ആൻസർ 3240. ദിസ് ഇസ് ദി ആൻസർ. സോ ഇതിൽ നമുക്ക് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ്സ് വേണം. അപ്പൊ ഇവിടെ ആയിരിക്കണം ഡെസിമൽ പോയിന്റ് പ്ലേസ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദി ഏരിയ. യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. Okay, so 32.40 centimeter square is the area of this parallelogram. Okay, അപ്പൊ ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഫിഗർ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, റഫ് ആയിട്ട് ഒരു ഫിഗർ വരച്ചിട്ട് വേണം അതിൽ വാല്യൂസ് മാർക്കാൻ, എന്നിട്ട് മാത്രം കാൽക്കുലേഷൻസ് ചെയ്യാം. ഓക്കെ, യെസ്. Then next question, find the height x if the area of parallelogram was 24 centimeter square and the base is 4 centimeter. നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ
ഹൈറ്റ് ആൻഡ് ബേസ് ഇസ് ഗിവൻ ദെൻ ഫൈൻഡ് ദി ഏരിയ. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഏരിയ ഫൈൻഡ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇക്വേഷനും അങ്ങനെയായിരുന്നു, ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് ഇൻടു ഹൈറ്റ്. ബട്ട് ഇൻ ദിസ് കേസ് ദി ഏരിയ ഇസ് ഗിവൻ, ദാറ്റ് ഇസ് 24 centimeter square. Okay, then base is given. What is the question? Question is find the height x. നമ്മുടെ ഹൈറ്റ് എക്സ് ആയിട്ടാ പറഞ്ഞത്, എച്ച് അല്ല എക്സ് എന്നാണ് ഇവിടെ തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ അറിയാവുന്ന ഇക്വേഷൻ എഴുതാം, അതുപോലെ ഇവിടെ ഗിവൺ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് എഴുതണം. ഓക്കെ, സോ അപ്പൊ ഫസ്റ്റ് ഏരിയ ഓഫ് പാരലോഗ്രാം ഇസ് ഗിവൺ, ദെൻ ഫസ്റ്റ് വി റൈറ്റ് ദാറ്റ് വൺ. ഏരിയ ഇസ് ഈക്വൽ ടു 24 centimeter square. Okay, then next is base is given, so base is equal to 4 centimeter. Okay, then using area equation, so area is equal to, our equation is b into h. Okay, base into height. In this question the area is already given, so that's why ഇവിടെ എന്ത് ചെയ്യാ, ഈ 24 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏരിയ തന്നിട്ടുണ്ട് 24, ദാറ്റ് ഇസ് ഈക്വൽ ടു, ദെൻ ബേസ് ഇസ് 4, ബേസ് തന്നിട്ടുണ്ട് 4 ആണ്, ആ 4 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഇൻ ടു ഹൈറ്റ് ആണ്, ദാറ്റ് മീൻസ് എച്ച്. ബട്ട് ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ദി ഹൈറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, എച്ചിന് പകരം എക്സ് ആയിട്ട് എടുക്കുന്നു. സോ അപ്പം എക്സ്, അപ്പൊ ഇത് മാറിപ്പോകരുത്, ഇത് ഇൻടു സിമ്പിൾ ആണ്, എക്സ് ഇങ്ങനെ എഴുതാം കേട്ടോ, സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് ഈ എക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 4 എടുത്ത് ഈ സൈഡിലോട്ട് അങ്ങ് മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു ഈക്വൽ സിമ്പിളിന്റെ ഈ ഒരു സൈഡിലോട്ട്, ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് ഇൻറ്റു ആണ്. അപ്പൊ ആ ഇൻറ്റുവിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഡിവിഷൻ. ആ ഡിവിഷൻ ആയിട്ട് മാറും. ആൽജിബ്രയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് ഇൻറ്റു നമ്മുടെ ഈക്വൽസിന്റെ നെക്സ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്താൽ ദാറ്റ് ഇസ് ഡിവിഷൻ. ഇനി ഡിവിഷൻ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി പ്ലസ് മൂവ് ചെയ്യുവാണെങ്കിൽ മൈനസ്, മൈനസ് മൂവ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് പ്ലസ്. സോ ദിസ് വൺ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ, അതായത് ഒരു വാല്യൂ തരാതെ മറ്റേ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് എപ്പോഴും ഓർത്തിരിക്കണം ഈ ഒരു കാര്യം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 4 ഇൻറ്റു ആണ്, ആ ഇൻറ്റുവിലുള്ള 4 ആണ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനിലുള്ള 4 മൂവ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽസിന്റെ അപ്പുറത്തെ സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, അപ്പൊ അത് ഡിവിഷൻ ആയിട്ട് മാറും. സോ ഹിയർ 24 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പൊ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ ഹൈറ്റ് ആണ്, ആ ഹൈറ്റ് 24/4 ആണ്. സോ 24/4 എത്രയാണ്, 6 ആണ്. സോ നമുക്ക് ഇവിടെ എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന്. ദെൻ ഇവിടെ യൂണിറ്റ് എഴുതണം, എല്ലാതും സെന്റിമീറ്ററിലായതുകൊണ്ട് സെന്റിമീറ്റർ. ഇറ്റ്സ് നോട്ട് സെന്റിമീറ്റർ സ്ക്വയർ, ഏരിയ അല്ല കേട്ടോ. ഇത് നമ്മൾ കണ്ടുപിടിച്ചത് ഹൈറ്റ് ആണ്, അതുകൊണ്ട് ഹൈറ്റും ബേസും സെന്റിമീറ്ററിലും, ഏരിയ ആണ് നമുക്ക് സെന്റിമീറ്റർ സ്ക്വയറിൽ വരാം. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ അവർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 24 centimeter square എന്ന്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഡിഫറെന്റ് ടൈപ്പ് ആയിരുന്നു. നമ്മൾ നോർമലി ഡയറക്റ്റ് ചെയ്തതിൽ നിന്നും ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So next question, രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. So here the two sides of parallelogram ABCD are 6 centimeter and 4 centimeter. So ഇവിടെ parallelogramന്റെ two sides given. Okay, 6 centimeter and 4 centimeter. And the height corresponding to the base CD is 3 centimeter. അപ്പൊ CD ക്ക് corresponding വരുന്ന ഇതാണ് കേട്ടോ പറയുന്നത്. ഹൈറ്റ് ഓഫ് ദി കറസ്പോണ്ടിങ് ടു ദി ബേസ് CD. ബേസ് CD ക്ക് കറസ്പോണ്ടിങ് വരുന്ന ഹൈറ്റ് 3 centimeter. Then find the area of the parallelogram and the height corresponding to the base AD. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലും ഫിഗർ തന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ എയും ബിയും സി ഡി എന്നൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആവുന്നതിന് എന്താ ചെയ്യാ, നമ്മൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനായിട്ട് നമ്മൾ ഫിഗർ വരച്ചു കൊടുക്കുക. അതിൽ ഈ എ ബിയും സിയും ഡിയും ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്ലിയർ ആവും. അതർവൈസ് നമ്മൾ പിക്ചർ വരയ്ക്കാതെ ഈ ക്വസ്റ്റ്യൻ മാത്രം യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങ് കൺഫ്യൂഷൻ ആവും. ഏതാണ് സി ഡി, ഏതാ ബേസ്, ഏതാണ് ഹൈറ്റ്, അതിലൊരു കൺഫ്യൂഷൻ വരും. സോ ഫസ്റ്റ് ഡ്രോ ദി ഫിഗർ. ഓക്കെ, സോ ഹിയർ ദി ടു സൈഡ്സ് ഓഫ് പാരലോഗ്രാം എ ബി സി ഡി. നമ്മുടെ പാരലോഗ്രാം എ ബി സി ഡി ആണ്. ഓക്കെ, A, B,
So parallelogram ABCD. Then ഇവിടെ 2 sides ഉണ്ട്, 6 centimeter and 4 centimeter. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 6 centimeter കൊടുക്കാം. ഇത് 6 centimeter ആയിട്ട് കൊടുക്കാം. പിന്നെ വേറൊരു സൈഡ് 4 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 4 centimeter കൊടുക്കാം. ഓക്കെ, 2 സൈഡ്സ് ഉണ്ട്, 6 and 4. ആദ്യം നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് കൊടുത്തു നോക്കാം. ഇൻ കേസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓക്കെ, 4 centimeter. ദി ഹൈറ്റ് കറസ്പോണ്ടിങ് ടു ദി ബേസ് CD, അതായത് CD-ക്ക് കറസ്പോണ്ടിങ് വരുന്ന ഹൈറ്റ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ CD-ക്ക് ആയിരിക്കണം അവിടെ ബേസ് ആക്കി നമ്മൾ എടുക്കേണ്ടത്. CD കറസ്പോണ്ടിങ് വരുന്ന ഹൈറ്റിൽ CD ആവണം ബേസ്. അപ്പൊ ഈ ഫിഗറിലും എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം അല്ലെ. CD ബേസ് ആയാൽ മതി. അപ്പൊ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാലും എന്താണ്, അത് ഹൈറ്റ് ആണ്. ഇപ്പൊ 6 ആണ് ബേസ് ആയിട്ട് വരുന്നത്. CD is the base. Then 3 centimeter, ആ ഹൈറ്റ് 3 centimeter തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, CD ബേസ് ആവണം. അപ്പൊ ഹൈറ്റ് ഇവിടെ വേണം വരയ്ക്കാം, അപ്പുറത്തെ സൈഡ് വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ ഇപ്പൊ ഇവിടെ വരച്ചു, ആൻഡ് അതിന്റെ വാല്യൂ 3 centimeter. Then നെക്സ്റ്റ് എന്താണ്, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം. ഈ പാരലോഗ്രാമിന്റെ ഏരിയ ചെയ്യണം. സോ ഈ പാരലോഗ്രാമിന്റെ ഏരിയ ചെയ്യണമെങ്കിൽ ബേസും ഉണ്ട് ഹൈറ്റും ഉണ്ട് അല്ലെ. ബേസ് 6 ആൻഡ് ഹൈറ്റ് 3. ദെൻ എന്ത് ചെയ്താൽ മതി, ഏരിയ ഈക്വൽ ടു ബേസ് ഇൻടു ഹൈറ്റ് ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് പാരലോഗ്രാം ABCD ആണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് ഇൻടു ഹൈറ്റ്. ആൻഡ് വാട്ട് ഇസ് ബേസ്? ബേസ് 6 ആണ് അല്ലെ. 6 എടുക്കുമ്പോൾ 6 ഇൻടു ആൻഡ് ഹൈറ്റ് എന്താണ്, 3 ആണ്. സോ 3 കൊടുത്തു. ദെൻ വാട്ട് ഇസ് ദി വാല്യൂ? 6 into 3 is 18. 18 centimeter square is the area of parallelogram ABCD. ഓക്കെ, നമുക്ക് 18 centimeter square കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട് നോക്കിക്കേ. ദി ഹൈറ്റ് കറസ്പോണ്ടിങ് ടു ദി ബേസ് AD. AD എന്ന് പറയുന്ന ബേസ്. ഓക്കെ, സോ ഹിയർ ബേസ് ഇസ് AD. AD എന്നാണ് ബേസ് കൊടുത്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ Aയും ഇവിടെ Dയും വന്നു കഴിഞ്ഞാൽ അത് ബേസ് ആവോ? ഇല്ലല്ലേ, അവിടെ ഒരു ഡയഗണൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡയഗണൽ പോലെയല്ലേ ഫോം ചെയ്യാം. നമ്മുടെ ബേസ് എന്ന് പറയുമ്പം നമ്മൾ പാരലോഗ്രാമിന്റെ സൈഡ് ആയിട്ട് തന്നെ വരണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഞാൻ ഈ എനെ പിടിച്ച് ഇവിടെയും തിരിച്ച് ബിനെ പിടിച്ച് ഇവിടെയും കൊടുത്തു. വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, നമ്മൾ ഡിനെയും സീനെയും നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമ്മൾ 6 ഇവിടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അതിനനുസരിച്ച് വരച്ചാൽ മതി കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ നെയിമിൽ ചേഞ്ച് വരുത്തുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനെ പിടിച്ച് ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ എന്തായി, ഇത് ബേസ് ആയിട്ട് വരും. ഓക്കെ, ബേസ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമൊന്നല്ല ബേസ് ആയിട്ട് വരും, നമുക്ക് ഇതിൽ ഏത് സൈഡും ബേസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഇപ്പം ADനെ ബേസ് ആക്കി എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹൈറ്റ് ഫൈൻഡ് ചെയ്യണം. അപ്പം ഇതാണ് ബേസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരയ്ക്കുന്നതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. കാരണം 90 ഡിഗ്രി ഫോം ചെയ്യണം ഹൈറ്റ്. ആ ഒരു ഹൈറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ എന്തായിരിക്കും, ഈ 18 ആയിരിക്കും. നമ്മൾ ഏത് ബേസ് മാറ്റിയാലും ഹൈറ്റ് വേറെ ഏത് ചൂസ് ചെയ്താലും ഏരിയ ഇസ് സെയിം. ഏരിയയിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പൊ ഏരിയ 18 ആണ്. ദെൻ സെക്കൻഡ് കേസിൽ ബേസ് കൊടുത്തിട്ടുണ്ട്. ബേസ് ഇസ് AD ആണ് ബേസ് ആക്കി എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഈ 4 സെന്റിമീറ്റർ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. അപ്പൊ AD എന്താണ്, 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബേസും നമുക്കറിയാം. അപ്പൊ ഏരിയയും ബേസും അറിയാമെങ്കിൽ ഹൈറ്റ് ചെയ്തുകൂടെ? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഏരിയയുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഏരിയ അല്ല, ഏരിയയുടെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. ഏരിയ ഇസ് ഈക്വൽ ടു BH ആണ്. ദെൻ വി ഓൾറെഡി ഫൈൻഡ് ദിസ് ഏരിയ 18. ആ 18 നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു 18. ദാറ്റ് ഇസ് ഈക്വൽ ടു ബേസ് എന്താണ്, ഇപ്പൊ നമ്മൾ പുതിയ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബേസ് AD ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പൊ ADയുടെ വാല്യൂ 4 ആണ്. അപ്പൊ ബേസ് 4 ഇൻടു ദെൻ ഹൈറ്റ് ഫൈൻഡ് ചെയ്യുക H. തൊട്ട് മുന്നേ ചെയ്ത ടൈപ്പ് തന്നെ. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലത്തിൽ തന്നെ 2 ടൈപ്പിൽ ക്വസ്റ്റ്യൻ വന്നു. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു H ഫൈൻഡ് ചെയ്യണം. അപ്പൊ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു 4നെ ഈ സൈഡിലോട്ട് മൂവ് ചെയ്യുക. സോ 4 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും, ഡിവിഷൻ ആയിട്ട് മാറും. സോ 18/4 is equal to H അല്ലെ. 18/4 is equal to H ആണ്.
ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്തെടുക്കണം അല്ലെ. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ക്യാൻസലിംഗ് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസലിംഗ് മെത്തേഡ് ചെയ്യാം അല്ലെ. 2 കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ആണ് അല്ലെ. 2 into 2 ആണ് 4. ഇനി 18 എത്രയാണ്? 9 ആണ്. 2ന്റെ ടേബിൾ നോക്കുക. 2ന്റെ ടേബിളിൽ 4 2 ടൈംസ്, 18 9 ടൈംസ്. ഓക്കെ, അപ്പൊ 9/2 എന്ന് വന്നു. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ 9/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിനെ എന്തായിട്ട് മാറ്റാം? അതിനെ ഡെസിമലിലോട്ട് മാറ്റാം. അതായത് ഡിവൈഡ് ചെയ്യാം. 9ഉം 2ഉം കൂടെ ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? 9 divided by 2. 2ല് 4 times 8, then balance is 1. then ഇവിടെ 0 കൊടുക്കുമ്പോൾ പോയിന്റ് കൊടുക്കുക. 2ല് 10 5 times. സോ റിമൈൻഡർ 0 വന്നു. അപ്പം 9/2 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ എടുക്കണ്ട, കാരണം ഇവിടെ നമ്മളോട് ഹൈറ്റ് അല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഫ്രാക്ഷനിൽ കൊടുക്കുന്നതിന് പകരം ഡെസിമലിൽ കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് ആദ്യം ജസ്റ്റ് ഇതിനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് ഡിവിഷൻ ചെയ്താൽ മതി. 18 divided by 4 ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിന്റെ മീനിങ് എന്താ? 18/4 മീനിങ് is 80 divided by 4. So the answer is 4.5. So h is equal to 4.5 centimeter. So in the second question നമ്മളോട് AD ബേസ് ആയിട്ട് വെച്ചിട്ട് ആ ഒരു പാരലോഗ്രാമിന്റെ ഹൈറ്റ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു. Then our answer is 4.5 centimeter is the height. Okay, അപ്പൊ ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ടൈപ്പിൽ ചെയ്തു. ഫസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചെയ്തു, അതിനുശേഷം അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് അതിന്റെ നെയിമിംഗ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇൻ കേസ് നമ്മളോട് പറഞ്ഞ സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്തുമ്പോൾ നമുക്ക് പറഞ്ഞത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ അതിന്റെ നെയിം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അത് എവിടെ കൊടുത്ത് ഇങ്ങനെ ഓർഡറിൽ വരണം എന്നൊന്നുമില്ല. A കഴിഞ്ഞ് തന്നെ B വരണം, ഇവിടെ തന്നെ C വരണം, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. one of the sides and the corresponding height of parallelogram are 4 cm, 3 cm respectively. Then find the area of the parallelogram. ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ പാരലോഗ്രാമിന്റെ നെയിം ഒന്നും തന്നിട്ടില്ല, ജസ്റ്റ് ഒരു പാരലോഗ്രാം. ഓക്കെ, ആ പാരലോഗ്രാമിന്റെ എന്തൊക്കെയാ ഫസ്റ്റ് തന്നത്? 1 side and the corresponding height ആണ്. സോ അപ്പൊ ഫസ്റ്റ് 4 എഴുതിയിട്ടുണ്ട്. സോ 4 is the side and height is 3. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ABCD എന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ സിന്ന് ബിയിലോട്ട് വരാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഫിഗറിന്റെ ആവശ്യമില്ല. റഫായിട്ട് ഫിഗർ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് വാല്യൂസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഇസ് സൈഡ് ഇസ് ഈക്വൽ ടു, സൈഡിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ബേസ് ആയിട്ട് എടുക്കാം. കാരണം നമുക്ക് സൈഡ് ഇൻറ്റു അല്ല, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വൈ ബേസ് ഇസ് ഈക്വൽ ടു 4 cm ആൻഡ് ഹൈറ്റ് equal to 3 cm. And question is find the area. So area is equal to, എന്തായിരുന്നു നമ്മുടെ പാരലോഗ്രാമിന്റെ ഏരിയ? ബേസ് ഇൻറ്റു ഹൈറ്റ്, BH. That is equal to base is 4 and h is 3. 4 into 3 is 12. So 12 centimeter square area ആണ്. അതുകൊണ്ട് centimeter square is important. Okay, അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ കിട്ടിയിട്ടുണ്ട്. 12 centimeter square ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇത് നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലെ. വാട്ട് ഇസ് പെരിമീറ്റർ ആൻഡ് ഏരിയ, അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിമും, പെരിമീറ്ററും ഏരിയയും. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ആ ഒരു ഇൻസൈഡ് സ്പേസിന്റെ മെഷർമെന്റ് ആണ് ഏരിയ. ആൻഡ് ഔട്ട്സൈഡ് വരുന്ന ബൗണ്ടറിയുടെ ടോട്ടൽ ലെങ്ത്, ദാറ്റ് ഇസ് പെരിമീറ്റർ. ഓക്കെ, അത് രണ്ടും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ചാപ്റ്ററിലോട്ട് പോകുന്നത് തന്നെ ഫസ്റ്റ് ഏരിയ ഓഫ് പാരലോഗ്രാം എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏരിയ ഓഫ് സ്ക്വയറും റെക്ടാംഗിളും ഒക്കെ നമുക്ക് ആദ്യം അറിയാം. നമ്മൾ പാരലോഗ്രാം ആണ് പഠിക്കുന്നത്. പാരലോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ കോഡിലാറ്ററൽ. ഓക്കെ, 4 sided polygon, that is called the quadrilateral. അപ്പൊ നമ്മുടെ സ്ക്വയറും റെക്ടാംഗിളും ഒക്കെ എന്താണ്? കോഡിലാറ്ററൽ ആണ്. അപ്പൊ അതിൽ തന്നെ വരുന്ന ഒരാളാണ് പാരലോഗ്രാം. അപ്പൊ നമുക്ക് പാരലോഗ്രാമിന്റെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി നെക്സ്റ്റ് അതിന്റെ അടുത്തൊരു സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ആവും? റെക്ടാംഗിൾ ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് പാരലോഗ്രാമും ഏരിയ ഓഫ് റെക്ടാംഗിളും സെയിം ആണ്. ബട്ട് അതിന്റെ ടേംസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും, അതേ ഉള്ളൂ. ഓക്കെ, അതായത് ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ബട്ട് ഏരിയ ഓഫ് പാരലോഗ്രാം ആവുമ്പോൾ എന്താവും? അത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആവും. പക്ഷേ ലെങ്ത് എന്ന് പറയുന്നത് ബേസിനോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് പാരലോഗ്രാമിന്റെ ഹൈറ്റിനോട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും ഏരിയ എന്താണ്? സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അതിന്റെ ടേംസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ഡിഫറെന്റ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.